BJP അവരുടെ തനിനിറം കാണിക്കുകയാണ് ചെയ്തത്. രാജ്യത്തിൻ്റെ അഭിമാനമായി രാജ്യം നേരിട്ടൊരു വലിയ വെല്ലുവിളിയിൽ നമ്മളെടുത്ത ഓരോ നടപടികളും അഭിമാനത്തോടെ രാജ്യത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് ആ ഫാമിലിയെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ഒരുപാട് സർവീസ് രാജ്യത്തിന് നൽകിയിട്ടുള്ളൊരു ഫാമിലിയാണ്. അവരെ പോലും മതം ജകഞ്ഞ് ഈ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തയ്യാറാവാന്ന് പറയുമ്പോൾ BJP അവരുടെ തനിനിറം കാണിക്കുക. ഈ തീവ്രവാദത്തെ നമ്മൾ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചതും പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതും രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ്. തീവ്രവാദികൾ ആഗ്രഹിച്ചത് ആ ഇൻസിഡൻറ്റിലൂടെ അവരെ ജീവനെടുക്കാൻ മാത്രമല്ല, നാടിൻ്റെ ഐക്യം കൂടെ കവരണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അതിന് വിട്ടുകൊടുക്കാതെ ആ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ പോലും ധീരരായി ഇതൊരു പ്രദേശത്തെ ജനങ്ങളെയോ ജാതിയോ മതമോ വേർതിരിച്ച് കാണരുത് എന്നുള്ള സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നിടത്താണ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റൊരു മന്ത്രി ഈ നാടിൻ്റെ ആർമിയുടെ ഭാഗമായി സേവനമനുഷ്ഠിക്കുന്ന ഒരാളുടെ കുടുംബത്തെ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിക്കുന്നത്. ഒരു നിമിഷം പോലും ആ പദവിയിൽ തുടരാൻ അവർ അർഹരല്ല. ഒരു നിമിഷം പോലും ആ പദവി BJP കളെ പുറത്താക്കാൻ തയ്യാറാവണം. ഇത് അവരുടെ തനിനിറം കാണിക്കുകയാണ് ചെയ്തത്. ഇപ്പം മൂടി വെച്ച് എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും ഐക്യം പറയാൻ ശ്രമിച്ചാലും ഉള്ളിൽ ഇത് തന്നെയാണ് എന്നുള്ളതാണ് പറയാൻ ശ്രമിച്ചത്. ഒരിക്കലും രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ച ശേഷം ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ രാജ്യം അഭിമാനത്തോടെ തലയുയർത്തി നിന്നാണ് ആ രണ്ട് സഹോദരിമാർ. നമ്മുടെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ നമ്മൾ കണ്ടതല്ലേ. എത്ര ക്രൂരമായിരുന്നു വേട്ടയാടലുണ്ടായിരുന്നത്. ഗവൺമെൻറ്റുകളുടെ തീരുമാനത്തെ പത്രസമ്മേളനം നടത്തി ഡിക്ലെയർ ചെയ്യാൻ ഗവൺമെൻറ് ചുമതലപ്പെടുത്തി ആ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകളെ, ഭാര്യ ഉൾപ്പെടെയുള്ള സൈബർ ലിഞ്ചിങ്ങിന് ഇരയാക്കുന്ന നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതൊന്നും രാജ്യസ്നേഹമല്ല.